എല്ലാവരുടെ മനസ്സിലും 2 ഡയറി ഉണ്ട്. ഡയറി എന്ന് പറഞ്ഞാൽ പുസ്തകമല്ല. ഇത് കേൾക്കുന്നവര് പറയാണ്, ഞങ്ങളുടെ മനസ്സിൽ അങ്ങനെ 2 ഡയറി ഒന്നുമില്ല. നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കും, ഞങ്ങൾക്ക് പതിനൊന്നും നേരമില്ല. ഇവിടെ ഡയറി എന്ന് പറഞ്ഞാൽ നാം ഇഷ്ടപ്പെടുന്നവർ ഒരു കൂട്ടം, നമുക്ക് ഇഷ്ടപ്പെടാത്ത കുറെ പേര്. കണ്ണെടുത്താ കണ്ടുകൂടാത്ത മൂന്നാമത്തെ ഡയറിയുടെ കാര്യം വിടാം. കണ്ണെടുത്താ കണ്ടുകൂടാത്തവർ. തൽക്കാലം ഇഷ്ടപ്പെട്ടവരും ഇഷ്ടപ്പെടാത്തവരും നമുക്ക് ഉണ്ട്. ഇഷ്ടപ്പെടാത്തവരോട് നമുക്ക് ലോക്യം പറയേണ്ടി വരും, അവരെ സഹായിക്കേണ്ടി വരും, ഏത് തിരക്കുണ്ടെങ്കിലും അവരുടെ വീട്ടിൽ പോകേണ്ടി വരും. കാരണം അവർ അടുത്ത ബന്ധുക്കളാണ്. അല്ലെങ്കിൽ സഹോദരന്റെ പത്നിമാരാവും, സഹോദരിയുടെ ഭർത്താവും. അപ്പൊ സാമൂഹ്യ മര്യാദ അനുസരിച്ച് അവരെ ഒഴിവാക്കാൻ പറ്റില്ല. അവരിഷ്ടപ്പെടാത്തവരാണ്, നമുക്ക് ഇഷ്ടമല്ല അവരെ. ഇപ്പുറത്ത് ഇഷ്ടപ്പെടുന്നവരുടെ ഒരു പട്ടിക ഉണ്ട്, ഒറ്റ പട്ടിക. ഈ ഇഷ്ടപ്പെടുന്നവരുടെ പട്ടികയിൽ ആരൊക്കെ വരിക? നമ്മളെ സ്നേഹിക്കുന്നവർ. അപ്പൊ ഇപ്പുറത്ത് ബാക്കി ഇഷ്ടമില്ലാത്തവര് സ്നേഹിക്കില്ല എന്ന് പറയാൻ പറ്റും? ആ സ്നേഹം നമ്മൾ തിരിച്ചറിയുന്നില്ല. അവർക്ക് സ്നേഹിക്കുന്നുണ്ടാവും, ആ സ്നേഹം കൊണ്ട് നമുക്ക് കാര്യമില്ല. കൊണ്ടുപോടാൻ എന്റെ സ്നേഹം കൊണ്ട്. മുഖത്ത് നോക്കി ചിരിക്കില്ല, കുശലം ചോദിക്കില്ല. പുതിയ വീട് പാലുകാച്ചാണ് മറ്റന്നാ, അവിടെ പെയിന്റ് അടർ, അവിടെ നമ്മൾ നിൽക്കുമ്പോ അതിലേ പോവുകയാണ്. ഈ വീട് വെക്കുന്ന കാര്യമാണ് അറിഞ്ഞിട്ടില്ല. സ്നേഹിതനാണോ, ഇഷ്ടപ്പെടുന്നവനാണോ? നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു കാര്യം സംഭവിച്ചാൽ വിവരം അറിയാത്തവരല്ല, അറിഞ്ഞു എന്ന് നടിക്കാത്തവരില്ലേ, അവര് സ്നേഹിക്കുന്ന പട്ടികയിൽ പെടും. ഞാൻ അറിഞ്ഞൂട്ടോ, ആരുടെ കാര്യത്തിലും ഞാൻ അറിഞ്ഞൂട്ടോ. ഈ ഒരു ശീലമുള്ളവരാണ് ഇഷ്ടപ്പെട്ടവരുടെ പട്ടികയിൽ വരിക, അല്ലാത്തവര് വരില്ല. സൂര്യനാട് കുഞ്ഞമ്പിള്ള സാറ് എന്റെ ഗുരുനാഥനാണ്, മഹാപണ്ഡിതൻ. ലോകത്ത് ഏത് കാര്യം ചോദിച്ചാലും എന്താ മറുപടി പറഞ്ഞ രീതി. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് ഉമ്മർത്തിരുന്ന് ഞാൻ സംസാരിക്കും. അന്ന് എനിക്കൊരു 25 വയസ്സേ ഉള്ളൂ. പക്ഷെ അന്ന് മഹാത്മാക്കളുമായിട്ടുള്ള കണക്ഷൻ 25-ാമത്തെ വയസ്സിൽ. എങ്ങനെയാ ഇതൊക്കെ പറയണത് എന്നെനിക്ക് തോന്നും. ഈ പ്രായമാകുമ്പോ എനിക്ക് ഇങ്ങനെ സൂര്യന് താഴെ ഏത് കാര്യം പറഞ്ഞാലും പറയാൻ കഴിയുന്ന കഴിവ് കിട്ടുമോ എന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയാണ്, എന്റെ വലിയ ദുഃഖങ്ങളിൽ ഏറ്റവും വലിയ ദുഃഖം, ഞങ്ങളുടെ നാട്ടില് ആദ്യമായിട്ട് MA പാസ്സാവുന്നത് ഞാനാണ്. ഒരു മനുഷ്യന്റെ കുട്ടി. അഭിനന്ദിക്കണ്ട, ആ വിവരൊന്ന് അറിഞ്ഞുട്ടോ. പത്രത്തിലൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം അന്നത്തെ കാലത്ത്. ഒരാള് പോലും പറഞ്ഞില്ല. അദ്ദേഹം പറയാണ്, രണ്ടാമത് വേറെ വിഷയത്തിൽ എടുത്തു. പത്രവാർത്തയും കാര്യങ്ങളൊക്കെ വന്നു. എന്റെ ബന്ധുക്കൾ ഉൾപ്പെടെ ഈ ഇവരറിഞ്ഞ ഭാവയെ കാണിച്ചിട്ടില്ല. 3 MA എടുത്തു എന്ന് തോന്നുന്നുണ്ട്. അത് അന്ന് എന്നോട് സംസാരിക്കുമ്പോൾ തന്നെ ഇതിന് വളരെ പ്രായ കൂടുതലുണ്ട്. അതൊക്കെ വലിയൊരു കാര്യം അല്ലേ? ബന്ധു അല്ല എന്ന് പറയില്ല, ചിലപ്പോ തന്നാ ചോറൊക്കെ തരും. അതാ നീ 3-ാമത്തെ MA എടുത്തു അല്ലേ പറയില്ല.
ഏറ്റവും അധികം ഇത് അനുഭവിക്കുന്ന ആർട്ടിസ്റ്റുമാരാണ്. അവരുടെ കലാപ്രകടനം കണ്ടാലും ഉണ്ടില്ല. ഇപ്പോഴത്തെ പുതിയ പേഴ്സൺ ലൈക്ക് ചെയ്യില്ല. ലൈക്ക് ചെയ്യാത്തതിന്റെ കാരണം എന്താ പറയുക, വല്ലാതെ പൊന്തിപ്പോകരുത്. തിരക്കടൊന്നും ഇല്ല കേട്ടോ, വല്ലാതെ പൊന്തിപ്പോകരുത്. ലൈക്ക് ചെയ്യില്ല. ഒരു കാര്യത്തിലും പുതിയൊരു ഉടുപ്പും ധരിച്ചിട്ട് ഒരു കുട്ടി വന്നിട്ട് ആ കുട്ടിയോടൊന്നും ചോദിക്കുക എവിടെയൊക്കെ പോയി. ഞാൻ ഇവിടെ അവിടെ പോയി, രാഘവമാമയുടെ അവിടെ പോയി, ചെറിയമ്മയുടെ വീട്ടിൽ പോയി, എന്നിട്ട് പോയിട്ട് അവിടെയും പോയിട്ട് അവിടെയൊക്കെ മിഠായി കൊടുത്തിട്ടാ വരുന്നത്. കുട്ടിക്ക് സന്തോഷമില്ല. ഒരാളെങ്കിലും ആ കുട്ടിയുടെ ഉടുപ്പ് കണ്ടിട്ടാ ഈ ഡ്രസ്സ് നിനക്ക് നന്നായിരിക്കണം കേട്ടോ പറയൂ. ഇത് കേൾക്കുന്ന സ്ത്രീകളുണ്ട്. നിങ്ങൾ ജോലി സ്ഥലത്തേക്ക് പോകുമ്പോൾ പതിവില്ലാത്ത വിധം വളരെ വില കൂടിയ ഒരു സാരി വാങ്ങിന്ന് വെക്കുക. ഒരാളെങ്കിലും അത് കണ്ടു നടിക്കണ്ടേ? ആ കണ്ടു എന്ന് നടിക്കുന്നവരാണ് നമ്മൾ ഇഷ്ടപ്പെട്ടവരുടെ ലിസ്റ്റിൽ. അവരോട് നമുക്ക് സ്നേഹം ഉണ്ടാകും. ഞാൻ അറിഞ്ഞു കേട്ടോ, ആ വീട് വെച്ചു അറിഞ്ഞു. മകൻ SLCക്ക് റാങ്കില്ലേ, ഞാൻ പേപ്പറിൽ വായിച്ചു, മനോരമയിൽ വായിച്ചല്ലോ, പറയണ്ടേ? അങ്ങോട്ട് പറഞ്ഞാൽ തന്നെ പറയാ, മുഴുവൻ കേൾക്കില്ല. പിന്നെ എന്റെ വീട്ടില് ദേശാഭിമാനിയാ, അതാണോ മറുപടി? അപ്പൊ നമ്മൾ പറയാണ്, അല്ല അതിലും ഉണ്ടായിരുന്നു ന്യൂസ്. അല്ല ഞാൻ ഇപ്പൊ പേപ്പർ വായിക്കാൻ നേരം കിട്ടിയിട്ടില്ല ഈ ഓരോരോ പണിയുടെ ധൃതിയിലും. എന്നാൽ എന്താ കുട്ടി നേടിയ ചോദിക്കോ? ചെയ്യില്ല. ഒരു നല്ല വരി പുരാണങ്ങളിലൊക്കെ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സമൂഹത്തിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ ഒരു നല്ല വരി ഒരു കുട്ടിയും അമ്മ ആഹാരം കഴിച്ചോ ചോദിക്കില്ല. കുട്ടികളെ ഞാൻ പ്രശംസിക്കുക ചെയ്യുന്നെന്ന്, പക്ഷെ പ്രശംസിക്കാൻ പരിപാടിയില്ല. അമ്മ ആഹാരം കഴിച്ചു അമ്മ ചോദ്യമില്ല. അമ്മയ്ക്ക് തലവേദനയാണ് ഇന്നലെ വൈകുന്നേരം ഇങ്ങനെ പറഞ്ഞിരുന്നു, അമ്മ തലവേദന മാറിയോ? ഏത് കുട്ടിയെ ചോദിക്കുക? ചോദിക്കുന്ന കുട്ടികളുണ്ട്, അവര് തോന്നാൽ കുട്ടികളായി പോയി എന്നുള്ളതുകൊണ്ട് അവർക്ക് അങ്ങോട്ട് സ്നേഹം കൊടുക്കും. നമ്മുടെ മക്കളല്ലേ. സ്നേഹമുള്ള മക്കളുണ്ട്, സ്നേഹം തൊട്ടുതെറിക്കാത്ത മക്കളും ഉണ്ട്. തൊട്ടുതെറിക്കാത്ത സ്നേഹം ആ മക്കള് അച്ഛന്റെയും അമ്മയുടെയും കാലശേഷം വരും. ദൂരത്തുനിന്ന് ഭോപ്പാലിൽ നിന്ന് ടിക്കറ്റൊക്കെ നേരിട്ട് ബുക്ക് ചെയ്തിട്ട്. അമ്മയുടെ ചാത്താണ്, ചാത്തെന്നാ പറയാ വള്ളുവനാട് ഭാഗത്ത്. ശ്രാദ്ധം എന്നാണ് വാക്ക്. ഇതെങ്കിലും ഒന്ന് അറിയണം. വലിയ ബിരുദെടുത്ത ആളാണല്ലോ. ചാത്തെന്ന് പറയാതെ ശ്രാദ്ധം. ശ്രാദ്ധം എന്താ വാക്ക്? ശ്രദ്ധ. അമ്മയെപ്പറ്റി ഒന്ന് ശ്രദ്ധിച്ചു, ഇതാണ് ശ്രാദ്ധം. ആ ശ്രദ്ധിക്കൽ ഉണ്ടാകണം. ജീവിച്ചിരിക്കുമ്പോൾ അമ്മയെ നിലവിളിപ്പിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ചെയ്ത ശേഷം അമ്മയുടെ മരണത്തിനുള്ള മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി അനുനിമിഷം ഇങ്ങനൊന്ന് ജനിച്ചല്ലോ എന്ന് അമ്മ ശപിക്കുന്ന രീതിയിൽ ജീവിച്ച വ്യക്തി മരിച്ചതിന് ശേഷം അമ്മയുടെ നല്ല ശീലമായിരുന്നു. അപ്പൊ ഞാൻ ചാത്തത്തിന് വന്നതാണ്. പറയുന്നതിന്റെ ചുരുക്കം, പ്രകടിപ്പിക്കാത്ത സ്നേഹം ഈ ഭൂമിയിൽ ആർക്കും വേണ്ട. നിങ്ങൾ പ്രകടിപ്പിക്കാൻ പരിപാടിയില്ലേ? ഒന്നുകൂടി ഒരു പുഞ്ചിരി, ഒരു കുശലം, ഒരു അന്വേഷണം. ഇപ്പൊ എവിടുന്നാ വരുന്നത്? ബസ്സിൽ തിരക്കുണ്ടായിരുന്നോ? പ്രകടിപ്പിച്ചിട്ടില്ലാത്ത സ്നേഹക്കാരെ സ്നേഹമായിട്ട് ഞാൻ കരുതുന്നില്ല. ആരാധ്യരായുള്ള നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിശ്ചയിക്കാം.
ഒരു കുശലവുമില്ല, പുഞ്ചിരിയില്ല, അന്വേഷണവുമില്ല, പ്രകടനാത്മകവുമില്ല. എനിക്ക് റെസ്പെക്ട്, അതുകൊണ്ടാണ് അങ്ങനെ മാറിയിരിക്കുന്നത്. അവന്റെ റെസ്പെക്റ്റും വേണ്ട. ഒന്ന് ചിരിച്ചു, അടുത്തു വന്നു, കൈകൊണ്ടൊന്ന് കാണിച്ചു, വേണ്ട. പ്രകടിപ്പിക്കാത്ത സ്നേഹം എനിക്ക് ആവശ്യമില്ല. പ്രകടിപ്പിച്ചില്ലെങ്കിലും ഉള്ളിൽ സ്നേഹം, ഉള്ളിൽ സ്നേഹം വെച്ചാൽ നിൽക്കാവേണ്ട കാര്യമൊന്നുമില്ല. ഏത് കാര്യവും രണ്ട് രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെട്ടവരുടെ ലിസ്റ്റുണ്ട്. ഇഷ്ടപ്പെട്ടവര് സ്നേഹം പ്രകടിപ്പിക്കും, ഇഷ്ടമില്ലാത്തവര് മക്കളോ പേരമക്കളൊക്കെ ആയിപ്പോയി ബന്ധത്തിന്റെ പേരിൽ അവരെ കാണുക പോവില്ല എന്നും പറയുന്നില്ല. ഇഷ്ടപ്പെട്ടവരുടെ ലിസ്റ്റിന് വലിയ പ്രാധാന്യമുണ്ട്. ഇല്ലേ എന്ന് ചിന്തിച്ച് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.